സോ ഈ വീഡിയോ കുറേ അധികം ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടിയാണ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഫ്രോഡുകൾ പറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ പറ്റിക്കപ്പെട്ടാൽ, പ്രത്യേകിച്ചും കമ്പനി ബ്രാൻഡഡ് സാധനങ്ങൾ മേടിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കല്ലായിരുന്നു, നമ്മൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾക്ക് ആ ഒരു കാര്യം ബ്രാൻഡിലേക്ക് എത്തിക്കാം, എങ്ങനെ നമുക്കൊരു നീതി കിട്ടുക എന്നുള്ളതാണ്. സോ പ്രൈമറി ആയിട്ടും ഈ ഒരു കാര്യം സാധാരണക്കാർക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങളിപ്പോൾ യൂട്യൂബിലോ അങ്ങനെയൊന്നും ഫേമസ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ ബ്ലോഗിംഗ് ഒന്നുമില്ല, ഒരു സാധാരണക്കാരനാണ്, നിങ്ങളും സോഷ്യൽ മീഡിയയിലൊന്നും വലിയ ആക്റ്റീവ് ഒന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കപ്പെട്ടു എങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ബ്രാൻഡിനോട് എത്തിക്കാനായിട്ട് പറ്റും, എങ്ങനെ റെസൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഒരു കാര്യമാണ് പ്രൈമറിലി ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും എൻ്റെ ഹാവൽസിൻ്റെ ലോയിഡ് AC മേടിച്ചിട്ട് അതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ ഇഷ്യൂ വീഡിയോ കണ്ടു കാണും. ആ ഒരു വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കി, എന്തായിരുന്നു അതിന് ശേഷം സംഭവിച്ചത്, എന്ത് റെസൊല്യൂഷനാണ് എനിക്ക് കിട്ടിയത്, വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ അറിയാം. ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കിയതുകൊണ്ട് തന്നെ എന്തായിരുന്നു ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും കൂടെ ഈ വീഡിയോയിൽ വീണ്ടും ആവർത്തിച്ച് പറയാം. ഇല്ലെങ്കിൽ പിന്നെ ആൾക്കാർ വിചാരിക്കും അത് പ്രൈവറ്റ് ആക്കിയപ്പോൾ ആ ഒരു കാര്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അല്ല. സോ ഞാൻ ആമസോണിൽ നിന്നും ഒരു AC, ലോയിഡിൻ്റെ ഒരു വൈഫൈ ഇൻവെർട്ടർ AC പർച്ചേസ് ചെയ്യുന്നു. ഏകദേശം 30,000 റുപ്പീസ് വർത്ത് വരുന്നത്. ഈ ഒരു AC പർച്ചേസ് ചെയ്ത് എനിക്ക് 13th ഏപ്രിലിന് ഡെലിവറായി. ഈ ഒരു 13th ഏപ്രിലിന് ഡെലിവറായ ഈ ഒരു AC അവർ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട്, അതായത് AC നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആമസോൺ തന്നെ പറയുന്നുണ്ട് ഇൻസ്റ്റലേഷൻ ആമസോണിൻ്റെ ഭാഗത്തു നിന്ന് അവർ റേസ് ചെയ്യുന്നതായിരിക്കുമെന്ന്. ആ ഒരു ഇൻസ്റ്റലേഷൻ 999 പ്ലസ് GST ആണ് പ്രൈസ് എന്നും ആമസോണിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എക്സ്ട്രാ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതിനായിട്ടുള്ള നോർമൽ എത്രയാണോ അതിൻ്റെ റേറ്റ്, ആ ഒരു റേറ്റ് കൊടുക്കേണ്ടി വരും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ടൈം ഇൻസ്റ്റലേഷൻ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ ഹോൾ ശരിയല്ല, കോർ കട്ടിങ് ചെയ്യേണ്ടി വരും. സോ കോർ കട്ടിങ്ങിനുള്ള മെഷീൻ വേണം. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആ ഒരു കാര്യം അവൈലബിൾ അല്ല, അതുകൊണ്ട് പിന്നീട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് എന്നെ വിസിറ്റ് ചെയ്തപ്പോൾ 300 റുപ്പീസ് എൻ്റെ കയ്യിൽ നിന്ന് വിസിറ്റിംഗ് ചാർജ് എന്നുള്ള രീതിയിൽ മേടിച്ചു. ആൻഡ് ഈ ഒരു ചാർജ് നെക്സ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോയത്. അതിനുശേഷം അവർ പറഞ്ഞ പോലെ തന്നെ ലോയിഡിൻ്റെ ആപ്ലിക്കേഷനകത്ത് ഞാൻ വീണ്ടും ഇൻസ്റ്റലേഷൻ ഒരു റിക്വസ്റ്റ് റേസ് ചെയ്തു. അങ്ങനെ ഏപ്രിൽ 19-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് 2 ടെക്നീഷ്യന്മാർ വന്നു. സോ ഈ ടെക്നീഷ്യന്മാർ വന്നിരിക്കുന്നത് ലോയിഡ് ഓതറൈസ് ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടി ആയിട്ടുള്ള ടെക്നിക്കൽ ടീമിൻ്റെ ഇൻസ്റ്റലേഷൻ സൈറ്റിൽ നിന്നുള്ള ടെക്നീഷ്യൻസ് ആണ് എൻ്റെ വീട്ടിൽ വന്നത്. ആൻഡ് ഇവർ വീട്ടിൽ വന്നിട്ട് AC ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ആ ഒരു ACയുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് AC ഫിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് നിന്നും ഈ AC മുഴുവനും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ബില്ല് തന്നായിരുന്നു ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട്. ആ ബില്ലിൽ 4600 രൂപയാണ് എഴുതിയിരുന്നത്. ഈ ഒരു 4600 രൂപ എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ബില്ലിൽ വിശദമായിട്ട് ആ ഒരു വ്യക്തി എഴുതി തന്നത് ഇൻസ്റ്റലേഷൻ പ്ലസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് 1200 രൂപ എൻ്റെ കയ്യിൽ നിന്നും എടുത്തു. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോർ കട്ടിങ്, ഈ ഒരു ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് നിന്ന് 1500 രൂപ മേടിച്ചു. എന്നാൽ അങ്ങേര് കോർ കട്ടിങ് എന്ന് പറയുന്നത് വേറൊരു മെഷീനാണ്. കൃത്യമായിട്ടൊരു ഹോൾ ഇടാൻ പറ്റുന്ന, പൊടിയൊന്നും നല്ല രീതിയിൽ വരാത്ത, നല്ല പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുന്നൊരു മെഷീനാണ്. അത് എക്സ്പെൻസീവ് ആണ് കോർ കട്ടിങ്. പക്ഷേ പുള്ളി ചെയ്ത കോർ കട്ടിങ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് 5-6 തുളയിട്ട് അതിനുശേഷം ചുറ്റികലും ഉളിയും വെച്ച് അടിച്ചിട്ട് അങ്ങനെ പൊട്ടിച്ചാണ് കോർ കട്ടിങ് എന്ന് പറയുന്ന പരിപാടി ചെയ്തത്. അതിന് 1500 രൂപ മേടിച്ചു. അതിനുശേഷം ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റ്, ACക്ക് ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടാവും. ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്നും എക്സ്ട്രാ കാശ് വേണമെന്നും അതിനൊരു സ്റ്റാൻഡ് വേണമെന്നും, ആ സ്റ്റാൻഡിൻ്റെ MRP 799 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആ 799 രൂപയുടെ MRP ഉള്ള സ്റ്റാൻഡിന് അങ്ങേരെ 999 രൂപ പ്ലസ് ടാക്സ് എന്ന് പറഞ്ഞാൽ 1200 രൂപ മേടിക്കുന്നുണ്ടായി. അതിനുശേഷം എൻ്റെ പെട്ടിയുടെ കൂടെ വന്ന ഡ്രെയിൻ പൈപ്പ്, അതായത് വെള്ളം പോകുന്ന പെട്ടിയുടെ കൂടെ വരുന്ന 1.5 മീറ്റർ പൈപ്പ്, അത് ഫിക്സ് ചെയ്തിട്ട് അദ്ദേഹം ഫോൾസ് ആയിട്ട് പൈപ്പ് വേറെ വെച്ചു എന്ന് പറഞ്ഞ് അതിനൊരു 300 രൂപയോളം 350 രൂപയോളം എൻ്റെ അടുത്ത് നിന്ന് ഈടാക്കി. ഇനി ഇതിലെല്ലാം ഉപരി ഈ ഒരു AC ഇൻഡോർ യൂണിറ്റ് കണക്ട് ചെയ്യുന്നൊരു പ്ലഗ് ഉണ്ട്. ഈ ഒരു പ്ലഗ് നിസാരമായിട്ടൊരു 70 രൂപ കൂട്ടിക്കോ. 70 രൂപ വരുന്ന ഈ പ്ലഗിന് അങ്ങ് 200 രൂപ എടുത്തു. അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു ഡബിൾ എമൗണ്ട് ഇട്ടടിച്ചിട്ടാണ് എനിക്ക് ബില്ല് തന്നത്. സോ ഹാവൽസ് ലോയിഡ് എന്ന് പറയുന്ന പ്രമുഖമായിട്ടുള്ള കമ്പനി എന്തുകൊണ്ട് ഇത്രയും അധികം ചാർജുകൾ ഇൻസ്റ്റലേഷന് വേണ്ടി ഈടാക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടിരുന്നത്. എന്നാൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം തെറ്റായിരുന്നു. ഈ ഒരു കാശ് ഈടാക്കിയിരിക്കുന്നത് ഹാവൽസ് ലോയിഡ് അല്ല, അതിൻ്റെ പുറകിൽ വേറൊരു ചെറിയൊരു കളി നടന്നായിരുന്നു. സോ എന്തായിരുന്നു അതിൻ്റെ പുറകെ നടന്ന കളി എന്ന് പറയുന്നതിന് മുന്നേ എങ്ങനെ ഒരു സാധാരണക്കാരന് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും ബ്രാൻഡുകളെ, ഞാൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് എന്നുള്ള കാര്യം വിശദമായിട്ട് പറയാം. സോ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഇൻസ്റ്റലേഷനോ എന്തൊരു കാര്യത്തിന് വരുവാണെങ്കിലും ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എടുക്കുക, വീഡിയോ ഷൂട്ട് ചെയ്യുക.
കാര്യം പറയാം. ഇപ്പം നിങ്ങൾ നോർമലി ഒരാൾ വന്ന്, പ്രത്യേകിച്ചും നിങ്ങൾ വേറൊരു സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലാണ്, ഇവിടെ വന്നിരിക്കുന്ന ടെക്നീഷ്യൻ കൃത്യമായിട്ട് അറിയാം എനിക്ക് കന്നഡ അറിഞ്ഞുകൂടാ എന്ന്. സോ ആൻഡ് ആ ഒരു വ്യക്തിയും ഹിന്ദി ആയിരുന്നു. എനിക്ക് അങ്ങനെ ഹിന്ദി, ഞാൻ കേരള എന്നാണെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദി അറിയില്ലായിരിക്കാം എന്നുള്ള മട്ടിലായിരുന്നു ഇയാൾ പെർഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പ്രത്യേകിച്ചും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചോദിക്കുവാണെങ്കിലും നിങ്ങൾ വീഡിയോ ക്യാമറയിൽ തന്നെ ചോദിക്കുക. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എനിക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റിയില്ല, പക്ഷേ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ പകർത്തിയിരുന്നു. അതിനുശേഷം വർക്ക് കഴിഞ്ഞ് ഞാൻ കൃത്യമായിട്ട് അദ്ദേഹത്തിൽ നിന്നും എഴുതി മേടിച്ചു എന്തൊക്കെയാണ് കാശ് മേടിക്കുന്നതെന്നും. അതുപോലെ തന്നെ ഞാൻ ട്രാൻസാക്ഷൻ ഗൂഗിൾ പേ വഴിയാണ് ചെയ്തത്. സോ എൻ്റെ അടുത്ത് റെക്കോർഡിക്കലായിട്ട് എത്ര രൂപ കൊടുത്തു എന്നുണ്ട്. ക്യാഷാണ് കൊടുത്തതെങ്കിൽ അവർ റെക്കോർഡിക്കൽ ഉണ്ടാവില്ല. ഇനി ഈ പ്രൂഫുകളെല്ലാം വെച്ച് ഞാൻ ഡയറക്റ്റായിട്ട് ഈ ഒരു ഹാവൽസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ കോൺടാക്ട് അസിൽ പോയിട്ട് അവിടെ നമുക്ക് കസ്റ്റമർ കെയറിന് ഒരു ഇമെയിൽ അഡ്രസ്സ് കിട്ടും. ആ ഒരു ഇമെയിലിൽ വിശദമായിട്ട് എന്താണ് നടന്നത് എന്ന് എഴുതുകയും ഈ കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം അത് അയക്കുകയും ചെയ്തു. ഇതിനുശേഷം സ്റ്റെപ്പ് നമ്പർ 2 നമ്മളെല്ലാവരും ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ട്വിറ്ററിൽ ടാഗ് ചെയ്യുക, ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുക എന്നുള്ളത്. പലരും വിചാരിക്കും ട്വിറ്ററിലൊക്കെ ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും, നമ്മൾ അത്ര വലിയ സെലിബ്രിറ്റിയോ അങ്ങനെ ഒന്നുമില്ലല്ലോ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ടെന്ന്. എൻ്റെ ട്വിറ്റർ അക്കൗണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എനിക്ക് തോന്നുന്നു 1000 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ 1000 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ 1000 ഫോളോവേഴ്സ് അല്ല 50 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് എനിക്ക് ഇതേപോലെ കമ്പനിയിൽ നിന്ന് റിപ്ലൈസും റെസൊല്യൂഷനും കിട്ടിയിരുന്നു. എങ്ങനെയാണെന്നല്ലേ, നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കമ്പനികൾക്കെല്ലാം തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ട്വിറ്റർ ഹാൻഡിലുകൾ ഉണ്ടാവും. ആ ഹാൻഡിലുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ ട്വിറ്ററിൽ ഈ ഒരു കംപ്ലയിൻറ്റ് എങ്ങനെയാണോ ഉള്ളത് ആ ഒരു കംപ്ലയിൻറ്റ് അങ്ങനെ തന്നെ ട്വിറ്ററിലും ഇമേജ് സഹിതം പോസ്റ്റ് ചെയ്യുക. സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റകൾ കൊടുക്കരുത്, അത് ഹൈഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡിൻ്റെ പേജ്, ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സിഇഒയുടെ പേജ്, അല്ലെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റീജിയണൽ മാർക്കറ്റിംഗ് ആരെങ്കിലും അറിയെങ്കിൽ ഇവരെയൊക്കെ ടാഗ് ചെയ്തുകൊണ്ട് ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇടുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ റിപ്ലൈ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്നാലും നിങ്ങളിത് ചെയ്തിരിക്കണം, നിങ്ങളിത് ചെയ്യാതെ പോകരുത്. ഞാനും ഈ ഒരു കാര്യം ചെയ്തു, എനിക്കും ഉടനെ റിപ്ലൈ ഒന്നും കിട്ടിയില്ല. സോ അതായിരുന്നു സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 3 ഞാൻ ചെയ്തത് ഈ ഒരു ലോയിഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കസ്റ്റമർ കെയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോൺ വിളിച്ചു. ഇനി കസ്റ്റമർ കെയറിൽ എന്തിനാണ് ഡയറക്റ്റ് ആയിട്ട് ഫോൺ വിളിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് നമ്മൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടായത് എന്ന് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് പറയുകയും അവരുടെ ഭാഗത്തു നിന്നും ഒരു ടിക്കറ്റ് റേസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അതേപോലെ നിങ്ങളുടെ കോൺടാക്ട് നമ്പറും കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ടിക്കറ്റ് റേസ് ചെയ്യുക, ആ ഒരു ഇൻസിഡൻറ്റ് നമ്പർ റേസ് ചെയ്യുക, ആ ഒരു ഇൻസിഡൻറ്റ് അവരോട് എസ്കലേറ്റ് ചെയ്യാൻ പറയുക, അഥവാ കുറച്ചുകൂടി ഹയർ അതോറിറ്റീസിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എസ്കലേറ്റ് ചെയ്യാനായിട്ട് പറയുക. സോ ഇപ്പോൾ നമ്മൾ പല ആംഗിളിൽ നിന്നും ഒരു ബ്രാൻഡിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അയച്ച ആ ഒരു ഇമെയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമെയിലിന് റെസ്പോൺസ് വരാം, ആ ഒരു ഇമെയിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടീമിന് ഫോർവേഡ് ആവും. രണ്ടാമത് നമ്മൾ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തു, ട്വിറ്റർ ഹാൻഡിൽ അപ്പോഴേക്കും ഒരു 5 to 6 hours ഒരു മറുപടി വരുമായിരിക്കും. അതായത് എനിക്ക് വന്ന മറുപടി, ഞങ്ങൾ ഈ ഒരു ഇൻസിഡൻറ്റിൽ നോക്കാം, നിങ്ങളുടെ കോൺടാക്ട് നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസും പേഴ്സണലായിട്ട് പ്രൈവറ്റായിട്ട് മെസ്സേജ് ചെയ്യൂ എന്ന് പറയും. ആ ഒരു പ്രൈവറ്റായിട്ട് മെസ്സേജ് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്കൊരു അറ്റൻഷൻ കിട്ടി. അതിനുശേഷം നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് അവിടെയും എലിവേഷൻ ചെയ്തപ്പോൾ ഇവിടെ 3 സ്ഥലത്തും ആ ഒരു സെയിം പ്രോബ്ലം എലിവേറ്റ് ആയിട്ടുണ്ട്. സോ 3 ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരേ പ്രോബ്ലം എലിവേറ്റ് ആവുന്നു എന്നറിയുമ്പോൾ ഇവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും എന്താണ് ആ ഒരു പ്രോബ്ലം എന്ന് കൂട്ടത്തിൽ നോക്കുകയും ചെയ്യും. ഇനി ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടത്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടതിൻ്റെ പ്രധാനമായിട്ടും 2 ഉദ്ദേശങ്ങളുണ്ടായി. ഒന്നാമത്തേത് പബ്ലിക് അവെയറായിട്ടിരിക്കണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. രണ്ടാമത്തേത് ബ്രാൻഡുകളുടെ ആരെങ്കിലും ബൈ വേർഡ് ഓഫ് മൗത്ത് എങ്കിലും ആ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അതുവഴിയും നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള രീതിക്കും നമ്മൾ യൂട്യൂബിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നു. ആൻഡ് എന്താണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്, എന്താണ് പ്രശ്നം എന്നുള്ളത് വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞറിയിക്കുന്ന രീതിയിൽ ചെയ്യുക. സോ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല, പിന്നെ എങ്ങനെ വീഡിയോ ഇടുമെന്ന് ചോദിച്ചാൽ യൂട്യൂബ് ചാനൽ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുക. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നോ എത്ര ലൈക്ക് കിട്ടിയെന്നോ ഇതൊന്നും മാറ്ററേ അല്ല. നിങ്ങളൊരു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഓർഗാനിക്കലി വ്യൂസ് കിട്ടില്ലെങ്കിലും ഷെയർ ചെയ്തെങ്കിലും പോകുള്ളൂ. ആൻഡ് ഇത്തരത്തിൽ ഇഷ്യൂസിൻ്റെ വീഡിയോ ഒക്കെ പെട്ടെന്ന് തന്നെ ഷെയർ ആവുകയും പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ട് അല്ല വേണ്ടത്. നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ലെജിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇട്ടിരിക്കുന്നത്, അത് ബ്രാൻഡിനെ ബാധിക്കും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു റെസ്പോൺസ് കിട്ടും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്നലെ ചെയ്ത ശേഷം എനിക്ക് ഇന്നലെ വൈകുന്നേരം ഇവിടെ AC ഫിറ്റ് ചെയ്യാൻ വന്ന ടെക്നീഷ്യൻ്റെ അടുത്ത് നിന്നും ഒരു കോൾ വന്നു.
ആൻഡ് ആ ഒരു കോളിൽ ആ ഒരു ടെക്നീഷ്യൻ പറഞ്ഞു എന്നോട് ലൈക്ക് ഞാൻ എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കൂടുതൽ കാശ് മേടിച്ചായിരുന്നു, അത് എൻ്റെ ഭാഗത്തു നിന്നും തെറ്റായി പോയി എന്ന് പറഞ്ഞ് എന്നോടൊരു അപ്പോളജി പറയുകയും എന്നിട്ട് ആൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കമ്പനി എന്നോട് ഇത്ര രൂപ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു രൂപ റീഫണ്ട് ചെയ്യാം എന്ന് പറഞ്ഞ് എനിക്ക് ഏകദേശം 650 റുപ്പീസ് 650 രൂപ അപ്പോൾ തന്നെ എനിക്ക് ഗൂഗിൾ പേയിൽ തിരിച്ചയച്ചു തന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് 650 റുപ്പീസ് അയച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എന്തിനാണ് കറക്റ്റായിട്ട് ചാർജ് ചെയ്തേക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബ്രേക്കപ്പ്, പ്രോപ്പറായിട്ടുള്ള സ്പ്ലിറ്റ് ബ്രേക്കപ്പ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. സോ ഈ ഒരു പുള്ളി പ്രോപ്പറായിട്ടുള്ള സ്പ്ലിറ്റപ്പ് നൈറ്റിനുള്ളിൽ എത്തിക്കാം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഈവനിങ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് വേറൊരു കോൾ വന്നു. ഈ ഒരു കോൾ വന്നത് ഈ ലോയിഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ഒരു റീജിയൺ മാനേജ് ചെയ്യുന്ന റീജിയണൽ മാനേജറുടെ അടുത്തായിരുന്നു. അപ്പം റീജിയണൽ മാനേജർ എന്നോട് സംസാരിച്ചിരുന്നു. ആൻഡ് മാനേജർ പറഞ്ഞു ശരിയാണ്, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു അല്ലേ എന്നാണ് ചോദിച്ചത്. യൂട്യൂബ് വീഡിയോ കണ്ടിട്ടല്ല, വെബ്സൈറ്റിൽ ഞാൻ പറഞ്ഞില്ല ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇമെയിൽ കംപ്ലയിൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു. ഞാനപ്പോൾ അവരായിട്ട് ഈ ഒരു കാര്യം ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടെക്നീഷ്യൻ നിങ്ങൾക്ക് ആ ഒരു രൂപ റീഫണ്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു, അത് സത്യമല്ലേ എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഈ ഒരു ടെക്നീഷ്യൻ നൈറ്റ് ആയപ്പോഴേക്കും എനിക്ക് ആ ഒരു ബില്ല് അയച്ചു തന്നത്, ഈ പുതിയ റീഫണ്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ബില്ല്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു റീഫണ്ട് ചെയ്ത് ബാക്കിയുള്ള ബില്ല് ഈ സെയിം വ്യക്തിക്ക് ഇത് റീജിയണൽ ഹെഡിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ പുതിയ ബില്ലിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് 3 മീറ്റർ പൈപ്പ് അതിന് 350 രൂപ എന്തോ എടുത്ത് 360 രൂപ എടുത്തിട്ടുണ്ട്. ഇവിടെ ബോക്സിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈപ്പിനെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് 3 മീറ്റർ പൈപ്പ് എന്ന് എഴുതിയിട്ട് അതിനൊക്കെ കോസ്റ്റ് എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വീണ്ടും ഇതേ രീതിക്കാണ് ബില്ല് ചെയ്തിരിക്കുന്നത്, ഇതിനെന്താണ് റെസൊല്യൂഷൻ എടുക്കാത്തതെന്ന് ഇദ്ദേഹത്തിന് ഞാൻ വീണ്ടും ഈ ഒരു കാര്യം ഫോർവേഡ് ചെയ്തു. ഇതിനുശേഷം ഇന്ന് രാവിലെ എനിക്കൊരു കോൾ വന്നു. ഈ കോൾ വന്നത് ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്ന ആ ഒരു തേർഡ് പാർട്ടി AC ഫിക്സിംഗ് ഏജൻസിയിലുള്ള ഹെഡിൻ്റെ അടുത്തുമായിരുന്നു. അപ്പോൾ ആ ഒരു ഹെഡ് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് വീട്ടിൽ വരണമായിരുന്നു, AC ഫിറ്റ് ചെയ്തിരിക്കുന്നൊന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, എപ്പോഴാണ് വരാൻ പറ്റുക എന്ന് ചോദിച്ചു. അതിനുശേഷം ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ വീട്ടിലേക്ക് ഈ ഒരു ACയുടെ ആ ഒരു ആക്ച്വൽ ഹെഡ്, ആ ഒരു ഏജൻസി തേർഡ് പാർട്ടി ഏജൻസിൻ്റെ ഹെഡ് എൻ്റെ വീട്ടിൽ വന്നു ആൻഡ് അയാളുടെ കൂടെ വേറൊരു ടെക്നീഷ്യനെ കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ഈ ഒരു സൈറ്റ് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്തു, വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ട് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ചെയ്തിരിക്കുന്ന മുഴുവനും ഫ്രോഡാണ്, ഈ കാണിച്ചിരിക്കുന്ന സകല പരിപാടിയും ഫ്രോഡാണ് എന്ന്. എന്നാൽ ഇവിടെ സംഭവിച്ച പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ടെക്നീഷ്യനിലായിരുന്നു. സോ ഫസ്റ്റ് ടൈം എൻ്റെ വീട്ടിൽ ഫിക്സിങ്ങിന് വേണ്ടി വന്ന ടെക്നീഷ്യൻ പ്രോപ്പറായിട്ട് ഹാവൽസിൻ്റെ യൂണിഫോം എല്ലാം ഇട്ടിട്ടായിരുന്നു എൻ്റെ വീട്ടിൽ വന്നത് ഫിക്സിങ്ങിന്. എന്നാൽ സെക്കൻഡ് ടൈം ഈ ഒരു ടെക്നീഷ്യൻ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് യൂണിഫോം ഒന്നും ഉണ്ടായില്ല, നോർമലി ഒരു സാധാ ഡ്രസ്സൊക്കെ ആയിരുന്നു, എൻ്റെ കൂടെ വേറൊരാളെയും കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ പറ്റിയ എന്തെന്ന് വെച്ചാൽ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ AC ഇൻസ്റ്റലേഷൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ച് ലോക്കലായിട്ടുള്ള AC ഇൻസ്റ്റാളേഴ്സിനെയും ഇവർ ഹയർ ചെയ്തിട്ടുണ്ടായി. പുതിയ ഒരാളായിരുന്നു ഹയർ ചെയ്തിരുന്നത്. ഈ ഹയർ ചെയ്തിരുന്ന പുതിയ ആൾ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ആളാണല്ലോ. അപ്പോൾ സോ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുമ്പോൾ ആയി തോന്നിയ റേറ്റ് പറയുന്ന രീതിയിലാണ് ഇദ്ദേഹത്തെ ഹയർ ചെയ്തതിന് ശേഷം ഇദ്ദേഹവും ഇവിടെ വന്ന് അതേ ഒരു തക്കട തരികയുടെ പരിപാടി കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പരിപാടി ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഇവർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അതിനുശേഷം മനസ്സിലായത് ഈ വ്യക്തി പോയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതേപോലെ കൂട്ടിയാണ് കാശ് മേടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കമ്പനിക്ക് മനസ്സിലാവുകയും എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഇത് കമ്പനി അറിയാതെ പോയി എന്നുള്ളതുകൊണ്ടും ആണ് ഈ ഒരു കാര്യം ഇദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇവിടെ ഈ ഒരു കാര്യം ഞാൻ റേസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഉടനെ തന്നെ ആ ഒരു വ്യക്തിയെ ആ ഒരു പൊസിഷനിൽ നിന്നും മാറ്റുകയാണ് ചെയ്തത്. ആ ഒരു ഏജൻസി ഇദ്ദേഹത്തിന് ഇനി ഇൻസ്റ്റലേഷനെ വിടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വിലക്കുകയാണ് ചെയ്തത്. ഇവിടെ വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഏജൻസിനെയും അതേപോലെ ഹാവൽസിനെയും ലോയിഡിനെയുമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണക്കാർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം ഈ പ്രശ്നം ആ ഒരു ഒറ്റ വ്യക്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും ആ ഒരു വ്യക്തിയെ ഇനി ആ ഒരു കാര്യത്തിലേക്ക് വിടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ബോധിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ ഹാവൽസിനെയോ ലോയിഡിനെയോ ആ ഒരു ഏജൻസിനെയോ ഡയറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് കുറ്റം പറയുന്നത് ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് എ റോങ് തിങ്. ബിക്കോസ് അത് അവരല്ലായിരുന്നു, ഹാവൽസോ ലോയിഡോ അല്ലായിരുന്നു ഇതിന് റെസ്പോൺസിബിൾ, ആ പറഞ്ഞ തേർഡ് പാർട്ടി വ്യക്തിയായിരുന്നു റെസ്പോൺസിബിൾ. ആ ഒരു വ്യക്തി ആ ഒരു കാര്യം മനസ്സിലാക്കി ആ ഒരു വ്യക്തി ആക്ഷൻ എടുത്തു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കിയത്. പക്ഷേ ആ ഒരു വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു കുറ്റമായിട്ട് നമുക്ക് ആ കമ്പനീനെ ബ്രാൻഡിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്തത്. ഇനി ആ ഒരു വീഡിയോയുടെ താഴെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായി ഈ ഒരു വ്യക്തി ചെയ്ത കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടും അതേപോലെ തന്നെ ഞാൻ ചെയ്തത് പൊട്ടത്തരമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ. സോ ഫസ്റ്റ്
എൻ്റെ ആ ഒരു കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്തുകൊണ്ട് അവിടെ ആ ഒരു വ്യക്തിക്ക് കാശ് കൊടുത്തു, ആ ഒരു കാശ് കൊടുക്കാതിരിക്കാമായിരുന്നു, എന്നാൽ മാത്രമല്ലേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നോട് ചോദിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ വ്യക്തി വന്ന സമയത്ത് ഞാൻ ആ വ്യക്തിയോട് ആർഗ്യൂ ചെയ്തു. അതിനുശേഷം ശരി നിങ്ങളെനിക്ക് 3000 രൂപ അല്ലെങ്കിൽ 3500 രൂപ തന്നാൽ മതി എന്ന് ആർഗ്യൂ ചെയ്തു. 3500 രൂപ എൻ്റെ അടുത്ത് മേടിച്ചു. അദ്ദേഹം പോയി. ഞാനും ഓക്കെ, അദ്ദേഹവും ഓക്കെ. അതിനുശേഷം അദ്ദേഹം അടുത്ത സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെയും ഇത് തന്നെയല്ലേ അദ്ദേഹം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. സോ ഈ ഒരു അനുഭവം ഇങ്ങനെ കണ്ടിന്യൂ അല്ലേ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, എൻ്റെ യൂണിറ്റ് മുകളിൽ കയറിയിരുന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് യൂണിറ്റിൻ്റെ മുകളിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞില്ല എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിനോട് ഇറങ്ങാൻ പറഞ്ഞു, ഞാൻ സ്റ്റൂൾ തരാമെന്ന് പറയും, ചെയർ തരാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് കേൾക്കാതെ അതിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ ഞാൻ ഉടനെ തന്നെ അതിനെ വീഡിയോ എടുത്ത് വെച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിനെ വിലക്കിയത് അതിൻ്റെ മുകളിൽ കയറാതിരിക്കാനായിട്ട്. വീഡിയോ എടുത്ത് വെച്ച് ആ ഒരു കാര്യം ഞാൻ ആദ്യമേ വിലക്കിയതെങ്കിൽ എനിക്കത് വീഡിയോയിൽ കിട്ടില്ലായിരുന്നു, എനിക്കതിന് പ്രൂഫ് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് അതിൽ കയറി നിന്നപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടും കയറി നിന്നപ്പോൾ ഞാൻ കയറണ്ട എന്ന് പറഞ്ഞ് നിർത്താത്തത്. ഇനി മൂന്നാമത്തത്, ആ ഒരു ചോദിച്ച എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കരഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടായി. ഇതിനും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരവുണ്ട്. ആ ഒരു ചോദിച്ച എമൗണ്ട് ഞാൻ കൊടുക്കുകയും അതിന് കൃത്യമായിട്ട് എഴുതി രേഖകൾ മേടിക്കുകയും ചെയ്തു. ഈ ഒരു രേഖകളുണ്ട്, എൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു വ്യക്തി കാശ് മേടിച്ചു എന്നുള്ളൊരു പ്രൂഫും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റെസൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പനികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. മെയിൽ അയച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് വരാനായിട്ട് ഡിലേ എടുക്കും. ആ ഒരു ഡിലേ ഇവിടെ ഈ ഒരു പണിക്കാർ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്തൊന്നും ആ ഒരു കാര്യമൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പൈസ കൊടുത്തിട്ട് അതിനുശേഷം കംപ്ലയിൻറ്റ് റേസ് ചെയ്തത്. ഇനി ഫൈനലി എനിക്ക് കിട്ടിയ റെസൊല്യൂഷൻ എന്താണ്? എനിക്ക് കിട്ടിയ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, ബാക്കി എത്ര രൂപയാണോ മേടിച്ചിരുന്നത് ആ ഒരു രൂപ മുഴുവനായിട്ട് എനിക്ക് റീഫണ്ട് ചെയ്തു തന്നു. ന്യായമായിട്ടുള്ള വില എത്രയാണോ ആ ഒരു ന്യായമായിട്ടുള്ള വില മാത്രമേ കമ്പനികൾക്ക് ചാർജ് ചെയ്യാനായിട്ട് പാടുകയുള്ളൂ. ആ ഒരു എമൗണ്ട് മാത്രമേ നിങ്ങൾ കൊടുക്കാനും പാടുകയുള്ളൂ. അതുപോലെ തന്നെ ആ വീഡിയോയിൽ ബ്രോ എന്തിനാണ് ഓൺലൈനിൽ AC മേടിച്ചത്, നിങ്ങൾക്ക് കടയിൽ ചെന്ന് മേടിച്ചാൽ പോരായിരുന്നോ, ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നല്ലോ എന്ന്. ശരിയാണ്, കടയിൽ ചെന്ന് മേടിക്കുന്നത് സ്വാഭാവികമായിട്ടും നല്ല കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഞാനൊരു കടയിൽ പോയിട്ട് ഒരു AC മേടിക്കാൻ പോയി എന്ന് വിചാരിക്കുക. അവർക്ക് എനിക്ക് കന്നഡ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ നിന്നാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ AC-യുടെ MRP എന്ന് പറയുന്നത് 53,000 രൂപയാണ്. ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തത് 30,000 രൂപയ്ക്കാണ്. 53,000 രൂപയുടെ ഈ ഒരു AC MRP ഞാൻ ഇവിടുത്തെ കടയിൽ പോയിട്ട് മലയാളിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 40,000 രൂപ 45,000 രൂപയ്ക്ക് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും. എന്തായാലും MRPക്ക് മുകളിലല്ലല്ലോ, അതുകൊണ്ടൊരു ലീഗലായിട്ടുള്ള പ്രശ്നമല്ല. ആ ഒരു റേറ്റിൽ എൻ്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് നോക്കും. ശരിയാണ്. ഇനി ഇൻസ്റ്റലേഷൻ വരാൻ പോകുന്നത്, ഇപ്പം ഞാൻ എങ്ങനെയാണോ ഇൻസ്റ്റലേഷൻ റിക്വസ്റ്റ് റേസ് ചെയ്തത് അതേ രീതിക്ക് തന്നെയാണ് അവരും ഇൻസ്റ്റലേഷൻ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മുടെ കയ്യിൽ നിന്നും കുറച്ച് എക്സ്ട്രാ പൈസ അവിടെ വാങ്ങി അത് അവർ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. ഈ ഒരു 4,600 രൂപ എനിക്ക് ബില്ലിൽ എക്സ്ട്രാ അടിച്ച് തന്നിട്ട് ആ ഒരു എക്സ്ട്രാ എമൗണ്ട് അവർക്ക് കൊടുക്കുന്നു. അവർ തമ്മിലുള്ള ആ ഒരു ഡീലിങ്സ് നടക്കുന്നു. എഗെയിൻ നഷ്ടം വരാൻ പോകുന്നത് നമുക്കാണ്. സോ നമ്മുടെ നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാം, പറയാം, എല്ലാം കാര്യമായിട്ട് ക്ലിയർ ആയിട്ട് നടത്താം. എന്നാൽ അന്യനാട്ടിൽ വരുന്ന സമയത്ത് ഏറ്റവും സേഫ്, ഏറ്റവും ലാഭത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ തന്നെയാണ്. അല്ലെങ്കിൽ അത്ര നല്ല കടകളാണ് നമ്മളെ അങ്ങനെ ചൂഷണം ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. ആൻഡ് ഫൈനലി ആ വീഡിയോയുടെ താഴെ ആ ചെയ്ത കാര്യങ്ങളൊക്കെ ന്യായീകരിച്ചുകൊണ്ട് കുറച്ച് കമൻറ്റുകൾ കണ്ടിരുന്നു. അതായത് ഓൺലൈനിൽ നിന്ന് AC വാങ്ങി വെറുതെ വീട്ടിൽ വെച്ചാൽ പോരാ, അത് ഇൻസ്റ്റാൾ ചെയ്യണം, അതിന് കൂലി കൊടുക്കണം, നീ ഒന്ന് ആദ്യം പോയി AC എന്താണെന്ന് പഠിക്കുക, ഇൻസ്റ്റലേഷൻ എന്താണെന്ന് പഠിക്കുക, കോർ കട്ടിങ് എന്താണെന്ന് പഠിക്കുക, അതിനുശേഷം നീ ഇവിടെ ഇരുന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുക, ഒരു ചാനലുണ്ടെന്നും പറഞ്ഞിട്ട് എന്തും ആവാമെന്ന് വിചാരിക്കരുത്. ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആ കമൻറ്റുകൾക്കുള്ള മറുപടി ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.